മാതാപിതാക്കളെ ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞെന്ന മകൻ. ഇടുക്കി എഴുകുംവയൽ ഇരട്ടക്കൊലപാതകത്തിലാണ് ഞെട്ടിക്കുന്ന മൊഴി. ലഹരിക്ക് അടിമയായിരുന്ന പ്രതി അജീഷിനായി തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചപ്പോൾ പോലീസിനെയും നാട്ടുകാരെയും ഞെട്ടിച്ച മറ്റൊരു പ്രതികരണം. ഇന്നലെ രാത്രി 7:30യോടെയാണ് പാറത്തറയിൽ ആന്റണിയെയും ഭാര്യ വത്സമ്മയെയും മകൻ അജീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. വത്സമ്മയുടെ കഴുത്തിലും ആന്റണിയുടെ നെഞ്ചിലും വയറിലും മാരകമായി കുത്തേറ്റിരുന്നു. കൊലപാതകത്തിന് പിന്നാലെ മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ പ്രതി ബന്ധുവിനും ഇടവക വികാരിക്കും അയച്ചിരുന്നു. തുടർന്ന് വൈദികനും നാട്ടുകാരും വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അമ്മയെയും അച്ഛനെയും ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞുവെന്നാണ് അജീഷ് നാട്ടുകാരോട് പറഞ്ഞത്. ഞാനും അച്ഛനും ഉണ്ട്, പിന്നെ തൊട്ട് അടുത്ത അയൽവക്കക്കാർ ഒരു 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഥകൾ തുറന്നു കിടപ്പുണ്ട്. ഇവനെ രക്തത്തിൽ കുളിച്ച് ഇവന്റെ കയ്യിലെല്ലാം രക്തമാണ്. ഇവനൊരു കൊന്ത കൈ പിടിച്ചിട്ടുണ്ട്. കൊന്തയും പിടിച്ചിട്ട് ഇവന് ഒച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പം പറയുന്നതെന്നു വെച്ചാൽ ഈ വീട്ടിലെ പിശാചുക്കളെല്ലാം ബഹിഷ്കരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള സംസാരമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊലപാതകം നടക്കുമ്പോൾ ആന്റണിയുടെ രോഗിയായ മാതാവും വീട്ടിലുണ്ടായിരുന്നു. ഇവരെ ദൈവസന്നിധിയിലേക്ക് അയക്കാൻ പറഞ്ഞില്ലെന്നാണ് പ്രതിയുടെ മൊഴി. ഇവന്റെ വല്യമ്മ വീട്ടിലുണ്ടായിരുന്നു. വല്യമ്മ എന്ത് ചെയ്യുന്നു ഞാനോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു വല്യമ്മയെ ഞാനൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. വല്യമ്മയ്ക്ക് കാഴ്ചശക്തി ഇല്ലാത്ത, കാഴ്ചശക്തി കുറവാണ്, പിന്നെ അതുപോലെ കേൾവി ശക്തിയും കുറവാണ്. ഞാൻ നോക്കി കഴിയുമ്പോഴത്തേനും വല്യമ്മ നല്ലപോലെ ഉറങ്ങുന്നുണ്ട്. അപ്പം വല്യമ്മ ഈ വിവരങ്ങളൊന്നും പുറത്തു നടന്ന സംഭവങ്ങളൊന്നും വല്യമ്മ അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ വല്യമ്മ ഇതറിഞ്ഞ് പുറത്തു വന്നിരുന്നെങ്കിൽ ചിലപ്പം വല്യമ്മയ്ക്കും എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ലഹരിക്കടിമയായിരുന്ന അജീഷിനെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യം മാതാപിതാക്കളോട് ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക നിഗമനം. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഇതിനിടെ പ്രതി അജീഷിനെ തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചു. എന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം കള്ളമാണെന്നാണ് പ്രതിയുടെ പ്രതികരണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കണ്ടതാ, ഇത് എനിക്ക് വെച്ച പണിയാ. ഇത് ഒന്നേ കൊന്നു കളഞ്ഞോ? അമ്മച്ചി ഉണ്ടോ? ഈ തുണിയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതെല്ലാം വീട് ഇങ്ങനെയല്ല കിടന്നത് എന്നാണ് തെളിവെടുപ്പിനിടെ അജീഷ് പറഞ്ഞത്. വീട്ടിലെത്തിയ പ്രതി ആദ്യം തിരക്കിയത് അമ്മ എവിടെ എന്നായിരുന്നു. മാതാപിതാക്കളുടെ കൊലപാതകത്തിലേക്ക് അജീഷിനെ നയിച്ചതെന്ത്? ലഹരിയാണോ പിന്നിലെ കാരണം, അതോ മറ്റെന്തെങ്കിലും? വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.